തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും ധ്യാനിക്കുവാനും ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. വേദപുസ്തകമുള്ളവർ അത് തുറക്കണം. അധികമായി വേദപുസ്തകത്തെ സ്നേഹിക്കുന്ന പലരും വേദപുസ്തകം കൊണ്ടുവന്നിട്ടില്ല. കാരണം ഒരു മഴയുടെ ലക്ഷണം ഉണ്ടായത് കൊണ്ട് നനയുമോ എന്ന് പേടിച്ച് കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ നനഞ്ഞാൽ പോട്ടെ എന്ന് വിചാരിച്ച് ചിലരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായിരുന്നാലും 13-ാം അധ്യായം 12-ാം വാക്യം എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. നിങ്ങൾ കേൾക്കണം. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ഒന്നുകൂടെ ഞാൻ വായിക്കാം. പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മറ്റെങ്ങും ശ്രദ്ധ പോകല്ലേ. 2 പേരെക്കുറിച്ചും 2 സ്ഥലങ്ങളെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ആരെക്കുറിച്ച്? 2 പേരെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇവിടെ വായിച്ച് കേൾപ്പിച്ചു. ആരൊക്കെയാണ്? അബ്രാമും, ഉറക്കെ മിണ്ടണം കേട്ടോ, അബ്രാമും ലൂത്തും. 2 സ്ഥലങ്ങളെക്കുറിച്ച് ഈ വേദഭാഗത്തിൽ വായിച്ചു. ഏതൊക്കെയാണ്? കനാനും സോദോമും. അബ്രാം അനുഗ്രഹങ്ങളുടെ വസന്തം ജീവിതത്തിൽ അനുഭവിച്ച ഒരാളാണ്. നന്മകളുടെ പൂക്കാലത്തിലൂടെ സഞ്ചരിച്ച മനുഷ്യനാണ്. കൃപകളുടെ ജീവിതം രുചിച്ചയാളാണ് അബ്രാം. ഉയരത്തിലാണ്. ലോത്ത് കണ്ണീരിൻ്റെ, ഗതികേടിൻ്റെ, വേദനകളുടെ, പരാജയങ്ങളുടെ കയ്പുനീർ കുടിച്ച മനുഷ്യനാണ് ആര്? ലോത്ത്. 2 എക്സ്ട്രീമുകളിൽ നിൽക്കുന്ന 2 പേർ. 2 സ്ഥലങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു. ഒന്ന് പറയൂ, കനാൻ, ദൈവം കണ്ണുവച്ച ഭൂമി, അനുഗ്രഹിക്കപ്പെട്ട പറുദീസ. 2 സോദോം, ഇച്ചീച്ചിയുടെയും മ്ലേച്ഛതയുടെയും വൈകൃതങ്ങളുടെയും ഇരിപ്പിടം. ഏത്? സോദോം. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 മനുഷ്യരും, അതേപോലെ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 ജീവിതങ്ങളും. ഈ വാക്യത്തിൻ്റെ ആകത്തുക ഇതാണ്. അബ്രഹാം എന്നില്ല, അബ്രാം. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് എത്രമാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം ഇന്ന് എൻ്റെ പ്രിയമുള്ളവരുടെ മുൻപിലേക്ക് ചില വിചാരങ്ങൾക്ക് വേണ്ടി ഞാൻ തരികയാണ്. നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കണം. ഈ വാക്യത്തിൽ നിന്ന് ഞാനൊരു ജീവിതത്തെക്കുറിച്ച് കരിപിടിച്ച കറുത്ത വർത്തമാനകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, അബ്രാം അല്ല. എത്രയോ കാലമായി നാം എത്രയോ പ്രസംഗങ്ങൾ, എത്രയോ ചിന്തകൾ അബ്രഹാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജയിച്ചവരുടെ പട്ടികയിൽ നാം ഉൾപ്പെടുത്തിയിട്ടുള്ള പേരാണ് ഏത്? അബ്രാം. എന്നാൽ മറ്റൊരു മനുഷ്യൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ലോത്ത് എന്നാണ്. ലോത്ത്, ആ വാക്കിൻ്റെ അർത്ഥം കവറിങ് എന്നാണ്. ആവരണം, പൊതിച്ചിൽ എന്നൊക്കെയാണ്. എന്നാൽ ആ വാക്കിൻ്റെ സ്വഭാവത്തിന്, ആ പേരിൻ്റെ സ്വഭാവത്തിന് വേദപുസ്തക പണ്ഡിതന്മാർ കൊടുക്കുന്ന അർത്ഥം കാഴ്ചയാൽ നടക്കുന്നവൻ എന്നാണ്. എന്താണ് കാഴ്ചയാൽ നടക്കുന്നവൻ? പോകട്ടെ, ബൈബിൾ പറയുന്നു ഹി വാസ് എ മാൻ ഓഫ് ഫെയിലുവേഴ്സ്, പരാജയങ്ങളുടെ മനുഷ്യൻ. ഹി വാസ് എ മാൻ ഓഫ് ട്രാജഡീസ്, ദുരന്തങ്ങളുടെ മനുഷ്യൻ. ആര്? ലോത്ത്. നാം ഓർക്കില്ല ആ മനുഷ്യനെ. വേദപുസ്തകത്തിൻ്റെ 98% ഇടങ്ങളിലും പറയുന്നുണ്ട് അയാൾ ആള് ശരിയല്ല കേട്ടോ.
2 പത്രോസ് 2:9 മാത്രം ഒരു നല്ല പരാമർശമുണ്ട്. അധർമ്മികളുടെ ഇടയിൽ ജീവിച്ചിട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. ഹി വാസ് എ ജെന്റിൽമാൻ എന്ന് പത്രോസ്ലീഹ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞാൽ, ബൈബിൾ പറയുന്നു ആള് അത്ര ശരിയല്ല. ഈ പരാജയപ്പെട്ട മനുഷ്യനെ കുറിച്ച് ഇന്ന് രാത്രി കുട്ടമ്പേരൂരിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഞാനിത് സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ പരാജയപ്പെട്ട മനുഷ്യൻ നമുക്ക് ഒരു പാഠമാണ്. നമ്മുടെ കുട്ടികൾ അവർ പഠിക്കുന്ന സാമൂഹ്യ പാഠപുസ്തകത്തിൻ്റെ താളുകളിൽ ജയിച്ചവരുടെ കഥയാണ് പഠിക്കുന്നത്, അല്ലേ? ലോകം എപ്പോഴും ഓർക്കുന്നത് ജയിച്ചവരെ കുറിച്ചാണ്. തോറ്റവരെ കുറിച്ച് ചരിത്രം അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ കറുത്ത ബയനിട്ട പുസ്തകത്തിൽ തോറ്റുപോയ കുറേ ജീവിതങ്ങളുണ്ട്. ചരിത്രത്തിൻ്റെ പാഠപുസ്തകം പോലെ തോറ്റുപോയ ലോത്തും തോറ്റുപോയ ഇസ്മായേലും പരാജയപ്പെട്ട ഹാഗാറും തോറ്റുപോയ ഊരിയാവും ഒത്തിരി ജീവിതങ്ങളുണ്ട്. എന്തിനാണ് തോൽവികളുടെ ചരിത്രം വേദം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അവർ ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് അവർ ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ അവസാനത്തെ അബദ്ധമാണ് നമ്മുടെ ഏറ്റവും നല്ല ഗുരു. അവർ ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് അവർ ബെസ്റ്റ് ടീച്ചർ. ഉദാഹരണത്തിന്, ഞാൻ ഈ പള്ളിയിലേക്ക് ഇന്ന് വന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വന്നപ്പോൾ, വാതിൽക്കലെ ഒരു കല്ലിൽ തട്ടി എന്നിരിക്കട്ടെ. ഇവിടെ കല്ലൊന്നും ഇല്ല, സുന്ദരമാണ്. ഞാൻ ഈ പള്ളിയിൽ പ്രസംഗിക്കുന്നത് ആദ്യമാണ്, എങ്കിലും തട്ടി എന്നിരിക്കട്ടെ. ഇന്ന് രാത്രി എന്ത് വിളിക്കണം അതിനെ? ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, എൻ്റെ അബദ്ധം, അല്ലെങ്കിൽ നിങ്ങളുടെ അബദ്ധം. നാളെ വൈകുന്നേരം വീണ്ടും ഈ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ വരുമ്പോൾ അതേ കല്ലിൽ, നാളെ സന്ധ്യയ്ക്ക് 6:30 മണിക്ക് വീണ്ടും അതേ കല്ലിൽ തട്ടുന്നു. നാളെ എന്നാ പേര് വിളിക്കണോ അതിനെ? പറയൂ. ഇറ്റ്സ് നോട്ട് മിസ്റ്റേക്ക്, അത് അബദ്ധമല്ല, മറിച്ച് ഇറ്റ്സ് ഫൂളിഷ്നെസ്, അത് മണ്ടത്തരമാണ്. ശരിയല്ലേ? നമ്മൾ ഒരേ കല്ലിൽ എത്രയോ തവണ തട്ടിയവരാ. ജീവിതത്തിൽ എത്രയോ ഇടർച്ചകൾ ഒരേപോലെ വന്നിട്ടുണ്ട്. ഒരേ പാപത്തിൻ്റെ കല്ലിൽ നിരന്തരം തട്ടിയിട്ടും നാണമില്ലാത്തൊരു വർഗമാണ് നമ്മൾ. അവർ ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് അവർ ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ അബദ്ധമാണ് ഇന്നത്തെ അധ്യാപകൻ, ഇന്നലത്തെ അബദ്ധമാണ് ഇന്നത്തെ ഗുരു. അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ ചില പരാജയങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ ഞാൻ അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യനെ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് തരികയാണ്. നിങ്ങളുടെ മാസ്കുകൾ മുഖത്തിരിക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടാണ് എന്നോട് ഇന്ന് ഈ വചനത്തിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോത്തിനോടൊപ്പം ഇന്ന് രാത്രി സഞ്ചരിക്കില്ലേ? സഞ്ചരിക്കണം. ലോത്ത് ഒരു പരാജയപ്പെട്ട മനുഷ്യനാണ്. കണ്ണീരിൻ്റെ കഥനത്തിൻ്റെ താഴ്വരകളിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. ലോത്തിൻ്റെ പരാജയം കുട്ടമ്പേരൂരിലെ എൻ്റെ സ്നേഹിത, താങ്കളുടെ പരാജയത്തോട് എൻ്റെ പരാജയത്തോട് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കാൻ 3 അധ്യായങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. 12, 13, 19 ഈ 3 അധ്യായങ്ങൾ പഠിച്ചാൽ ചരിത്രത്തിൽ, വേദചരിത്രത്തിൽ ലോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ 3 പരാജയങ്ങളെ കാണാം. ഈ 3 പരാജയങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ ജീവിതവുമായി, നമ്മുടെ പരാജയവുമായി ബന്ധമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ വിഷയം ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ലോത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പരാജയം, 3 കാര്യങ്ങൾ ഞാൻ പറയും അക്കമിട്ട. ഒന്നാമത്തെ പരാജയം, ഹി ഫോർഗെറ്റ് ദ ഗ്ലോറീസ് ഓഫ് ദ പാസ്റ്റ് എന്നുള്ളതാണ്. അയാൾ ഇന്നലകളുടെ നന്മകളെ മറക്കുന്നു എന്നുള്ളതാണ്. അയാൾ ഇന്നലകളുടെ നന്മകളെ മറക്കുന്നു. ഹി ഫോർഗെറ്റ് ദ ഗ്ലോറീസ് ഓഫ് ദ പാസ്റ്റ്. ഞാൻ നിങ്ങളെ ഒരു പഴയ വീട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. നിങ്ങൾ എൻ്റെ കൂടെ വരണം. പഴയ ഒരു കാലം, നേരം പരപര വിളക്കുന്ന
ഒരു പ്രഭാതം. കുമ്മായം തേച്ച ഒരു പഴയ വീട്. വീടിൻ്റെ ഉമ്മറത്ത് 75 വയസ്സുള്ളൊരു വൃദ്ധൻ നരച്ച താടിയും തടവി ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് അലസമായി ചുമരും ചാരിയിരിക്കുന്നു. നിങ്ങൾ കണ്ടോ? കാണണം. ഈ മനുഷ്യനോട് ഉയരത്തിലെ ദൈവം 3 കാര്യങ്ങൾ അന്ന് പ്രഭാതത്തിൽ പറഞ്ഞു. 1, നീ നിന്റെ ദേശം വിടണം, ഉപേക്ഷിക്കണം. 2, നീ നിന്റെ കുടുംബം ഉപേക്ഷിക്കണം. 3, നീ നിന്റെ ബന്ധുക്കളെയെല്ലാം ഉപേക്ഷിക്കണം. 75 വയസ്സാണേ. ഇത്തിരി ധന്വന്തരം കുഴമ്പ് കാലേ തേച്ച് കാലം നീട്ടി വീട്ടിൽ സ്വസ്ഥമായിരിക്കേണ്ട പ്രായം. ഈ പ്രായത്തിൽ കണ്ണിച്ചോരയില്ലാത്ത കാര്യമാണ് ദൈവം പറഞ്ഞത്. ഈ മനുഷ്യൻ തിടുക്കത്തിൽ ചാടി എഴുന്നേറ്റു. തൻ്റെ ഭാണ്ഡക്കെട്ട് മുറുക്കി എന്നേക്കുമായി വീട് വിട്ട് ഒരു യാത്രയ്ക്കൊരുങ്ങുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ? തൻ്റെ തുകൽ സഞ്ചിയിലെല്ലാം വാരിക്കെട്ടി തോളത്തിട്ട് ഈ വൃദ്ധൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുമായി തൻ്റെ വീട് വിട്ട് ഇറങ്ങുക. വീടിൻ്റെ പടി വിട്ടിറങ്ങുമ്പോൾ ഒരു കൊച്ചുകുട്ടി, ഒരു 10 വയസ്സ് പ്രായം ഉണ്ടാവും, ഒരു ഓലപ്പീപ്പി ഉണ്ടാക്കി മുറ്റത്തിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അവൻ ഈ കഥയൊന്നും അറിയുന്നില്ല. ആ വീട്ടിലെ കുട്ടിയാണ്. അവനിങ്ങനെ ഓലപ്പീപ്പി ഉണ്ടാക്കി ഓടിക്കളിക്കുന്നു. അവൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഇതാ ഈ വീട്ടിൽ തൻ്റെ അപ്പൻ്റെ അനുജൻ ഇതാ എവിടേക്കോ യാത്ര പോകുന്നു. ഈ കുട്ടിക്ക് അപ്പനില്ല. ഇവൻ കയ്യിലിടുന്ന ഓലപ്പമ്പര് വലിച്ചെറിഞ്ഞിട്ട് ഈ ഇറങ്ങിപ്പോണ വൃദ്ധൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നു. ദയനീയമായി 4 കണ്ണുകൾ കഥ പറഞ്ഞു. ആ കുട്ടിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം ഇതാണ്: അപ്പൻ്റെ അനുജനെ ഇവിടെ ഉപ്പാപ്പാന്നല്ലേ വിളിക്കുന്നത്, അല്ലേ? ഇവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ ഉപ്പാപ്പ എന്നെ കൂടെ കൊണ്ടുപോകുമോ? എനിക്കാരും ഇല്ല. ഈ വൃദ്ധനെയും കുട്ടിയെയും നിങ്ങളറിയും. അത് മറ്റാരുമല്ല. ആരാണെന്ന് പറയാമോ? അബ്രഹാമാണ്. ഉൽപ്പത്തി 12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എവിടെയാ കട്ടൻ കാപ്പിയുടെ കഥ? എവിടെയാ ഓലപ്പീപ്പിയുടെ കഥ? അതൊക്കെ വിട്ടേക്കൂ. അതൊക്കെ എൻ്റെ ഒരു മനോധർമ്മം മാത്രം. ഈ വൃദ്ധൻ 75 വയസ്സുകാരൻ അബ്രഹാം ഊഷരഭൂമിയായ ഊർ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളെ സേവിച്ചിരുന്ന തൻ്റെ അപ്പൻ്റെ തേരഹിൻ്റെ നശിച്ച നാട്ടിൽ നിന്ന് പുതിയ യാത്രയിലാണ്. മെസോപ്പൊത്തോമിയയുടെ നാഗരികതയിൽ നിന്ന് കനാന്റെ അനുഭവത്തിലേക്ക് ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാരാന്റെ മകനാണ് ലോത്ത്. അവനെന്ന് 10 വയസ്സോ 12 വയസ്സോ അവൻ്റെ അപ്പൻ മരിച്ചുപോയി. ആരുമില്ലാതിരുന്ന ഈ കുട്ടി ഉപ്പാപ്പൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുക. എന്നെ കൂടെ കൊണ്ടുപോവോ? ഓർക്കണം പ്രിയപ്പെട്ടവരെ, അബ്രഹാം തിരിഞ്ഞു നിന്ന് ഈ 10-11 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ കൈ പിടിച്ചു. നിങ്ങൾ കാണണം. കണ്ടോ? കണ്ടെങ്കിൽ ഒന്ന് തല കുലുക്കിക്കോളൂ. കണ്ടു. ഇവർ യാത്ര തുടരുകയാണ്. ആരൊക്കെയാണ്? അബ്രഹാമും ലോത്തും. യാത്ര മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, അവർക്ക് ഇഷ്ടം പോലെ ആടും മാടും പൊന്നും വെള്ളിയും ഇഷ്ടം പോലെ ഇടയന്മാരും ഒക്കെ വർദ്ധിച്ചു. വലിയൊരു കൂട്ടമായി അവരിങ്ങനെ മുന്നോട്ട് ദേശാന്തരികളായി സഞ്ചരിക്കുന്നു. സഹോദരങ്ങളെ, പോകുന്ന വഴിയിൽ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം എന്തെന്നറിയാം? ഈ അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ ഉടക്കുണ്ടായി. അതങ്ങനെയാണല്ലോ, ഇങ്ങനെ ചെറിയ വഴക്കുണ്ടായി. ഒരുമിച്ച് പോകാൻ ഒക്കാത്തൊരു സാഹചര്യം വന്നു. അത് കൃത്യമായി ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യത്തിലുണ്ട്. രണ്ടുപേരും കൂടെ അടി ഉറപ്പായപ്പോൾ, ഇവരുടെ ഇടയന്മാർ തമ്മിൽ അടി വെക്കുമെന്ന് ഉറപ്പായപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം വാക്യം. എൻ്റെ മക്കളെ ലോത്തെ, ഇഫ് യു ടേക്ക് ദ ലെഫ്റ്റ് ഹാൻഡ് ഐ വിൽ ഗോ ടു ദ റൈറ്റ്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ ഞാൻ വലത്തോട്ട് പൊക്കോളാം. അല്ല, എൻ്റെ പൊന്നുമോൻ, വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം. ഈ വാക്യം നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇവർ ബന്ധത്തെ മുറിക്കുന്ന ഒരു ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണെന്ന് ഉൽപ്പത്തി 13-ന്റെ 6 പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്:
Their possessions were so great that they could not live together. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ കേൾക്കണം കേട്ടോ, ഇത് പഴയ കാലത്തെ വാക്യമല്ല, 2021-ൻ്റെതാണ്. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ അടിവരയിടണം വേദപുസ്തകത്തിൽ. ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. നാളെ വരുമ്പോൾ കൃത്യമായിട്ട് വേദപുസ്തകയുടെ കയ്യിലിടുന്നോട്ടെ. ഇന്ന് നമ്മൾ പോരുന്നപ്പോൾ നമ്മുടെ ഷോക്കേസിൻ്റെ മൂലയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കണ്ണാടിയിട്ട ഷോക്കേസിൻ്റെ വലത്തെ മൂലയ്ക്ക്, അല്ലെങ്കിൽ ഗ്ലാസ് ഇട്ട ടീപ്പോയുടെ അടിയിലിരുന്ന് കരഞ്ഞു. എന്നെ കൂടെ കൊണ്ടു എൻ്റെ പൊന്നമ്മാമേ, കേട്ടോ? ഇല്ല, നാളെയും കരയും, നാളെ വൈകിട്ടും. അന്നേരവും നമ്മൾ കേൾക്കുകയല്ല, നാളെ അതോടെ കൊണ്ടുപോരണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. ബന്ധങ്ങൾ മുറിഞ്ഞു മാറാൻ കാരണം, ലോത്തും അബ്രാമും കൂടെ വേർപിരിയാൻ കാരണം ചോരുന്ന കൂരയല്ല, ദാരിദ്ര്യമല്ല, അത്താഴക്കഞ്ഞിയുടെ വകമുട്ടിയതല്ല, കടഭാരമല്ല, മറിച്ച് their possessions were so great. ഇത്തിരി പച്ചയും പുത്തനും പളവളപ്പം കൂടിയപ്പോൾ ബന്ധങ്ങൾ മുറിഞ്ഞു. നിങ്ങൾ പറയൂ സ്നേഹിത, ഇത് നമ്മുടെ കാലമല്ലേ? നമ്മുടെ വീട്ടിലും ചില ലോത്തുമാരില്ലേ? സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഒരു ഓപ്ഷൻ വയ്ക്കുന്നത്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ. പ്രിയപ്പെട്ടവരെ, ഇനിയാണ് കഥ. ലോത്ത് ആ മരുഭൂമിയിൽ നിന്നിട്ട് തെക്കോട്ട് നോക്കിയപ്പോൾ വരണ്ട് കിടക്കുന്ന മണൽക്കാടുകൾ, ഒന്നും കാണാനില്ല. മരുഭൂമിയുടെ വല്ലാത്ത കഠിനമായ അനുഭവം. ലോത്ത് ചിന്തിച്ചു, ശരിയാവില്ല ഈ വഴി പോയാൽ. ലോത്ത് തല പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞു വടക്കോട്ട് നോക്കിയപ്പോൾ ദൂരെ നേർത്ത പുൽമേടുകൾ കാണാം, ചെറിയ പുൽത്തകിടികൾ അകലെയായി കാണാം, ചെറിയ കുന്നിൻപുറങ്ങൾ പച്ച പിടിച്ചു നിൽക്കുന്നത് കാണാം, നേർത്ത നനവ് ദൂരെ കാണാം. ലോത്ത് ചിന്തിച്ചു, ഈ വഴി ശരിയാവില്ല. കിളവൻ എത്ര വയസ്സായിട്ടുണ്ടാവും? 90 വയസ്സായിട്ടുണ്ട് കേട്ടോ. പഴയ 75കാരന് ഇപ്പം 100-നടുത്ത് പ്രായം. നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ CC അടഞ്ഞു തീർന്ന സാധനമാണ്. ഇനി ഇതെത്ര കാല? എനിക്ക് ജീവിക്കണം, ലോത്തുള്ളിൽ പറഞ്ഞു. അപ്പനില്ലാതിരുന്ന് തന്നെ, ഊർദേശത്ത് നിന്ന് അനാഥനായിരുന്ന തന്നെ തൻ്റെ ഒരു നോട്ടത്തിൻ്റെ ബലത്തിൽ കൈപിടിച്ച് ഇത്രയും നാളും ചൊല്ലും ചോറും തന്ന സ്വന്തം ഉപ്പാപ്പനെ ഓർക്കണം. സ്വന്തം ഉപ്പാപ്പനെ പാതി വഴിയിൽ മരുഭൂമിയുടെ മണലിൽ കാടുകളിലെ വേനൽ അനുഭവങ്ങളിലേക്ക് തള്ളിയിട്ടിട്ട് ദൂരത്തെ പുൽമേടുകളെ ലക്ഷ്യമാക്കി നീങ്ങിയ ലോത്ത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ, ലോത്ത് പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം, he forget the glories of the past. ഇന്നലകളുടെ നന്മകളെ തൻ്റെ കൈക്ക് പിടിച്ച അപ്പനെ, തന്നെ വളർത്തിയ മനുഷ്യനെ, പിതാക്കന്മാരെ മറന്നുപോയി, ബന്ധങ്ങളെ മറന്നുപോയി. He forget the glories of the past. എന്നെ കേൾക്കുന്ന സ്നേഹിത, താങ്കൾ പറയണം, ഇത് ലോത്തിന്റെ കാലല്ലേ? ഇത് ലോത്തിന്റെ കാലമല്ലേ? ഇതുപോലെ ഇന്നലകളെ മറക്കുന്നൊരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ ഇന്നലകളെ മറക്കുന്നൊരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമുക്കിന്ന് ഏറ്റവും പ്രശ്നം മറവിയാണ്. ഡിമെൻഷ്യ എന്ന് പറയുന്നൊരു രോഗമുണ്ട്. തലച്ചോറിലെ ഓർമ്മയുടെ കോശങ്ങൾ ശിഥിലീകരിച്ച് ബ്രേക്കായി പോകും. അത് പ്രായമാകുമ്പോൾ കൂടുതലാണ്. പ്രായമാകുമ്പോൾ പലർക്കും മറവിയുണ്ട്. ഇന്ന് ലോകത്ത് 13.5 കോടി ഉണ്ടെന്നാണ് പറയുക. ഒരുപാട് ഡിമെൻഷ്യ പേഷ്യൻസ് ഉണ്ട്. സാരമില്ല, പ്രായമാകുമ്പോഴല്ലേ. മറ്റൊന്ന് അംനീഷ്യ എന്ന് പറയുന്ന രോഗമുണ്ട്. ലോങ് ടൈം മെമ്മറി പോവും, കുറച്ച് നാളത്തെ ഓർമ്മ പോവും, ബാക്കിയൊക്കെ മനസ്സിൽ കാണും. എന്നാൽ ഇത് രണ്ടിനേക്കാൾ ഭീകരമായ മറ്റൊരു രോഗമുണ്ട്. ഏതെന്ന് പറയാമോ? അൽഷിമേഴ്സ് എന്ന് പറയും. കേട്ടിട്ടില്ലേ? അൽഷിമേഴ്സ്.
മലയാളത്തിൽ പ്രസിദ്ധനായ ഒരു ചലച്ചിത്രമുണ്ട്, അൽഷിമേഴ്സിൻ്റെ ഭീകരത, പഴയ തന്മാത്ര എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അൽഷിമേഴ്സിൻ്റെ പ്രത്യേകത 18 വയസ്സുള്ള ആൾക്ക് വരാം, 20-കാരിക്ക് വരാം. ഒരു മുട്ടുസൂചി പോലും ഓർക്കാത്ത തരത്തിലുള്ള മറവി, ഭീകരമാണിത് കേട്ടോ. പക്ഷെ ഇത് അൽഷിമേഴ്സിൻ്റെ കാലമാണ്. നമുക്ക് പഴയതിനേക്കാൾ മറവി കൂടിയോ കുറഞ്ഞോ? നിങ്ങൾ പറ. മിണ്ടില്ല. ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങളോട് പറയാം, അപ്പം നിങ്ങൾ എന്നോട് പറയും. ഉദാഹരണം, ഇത് 2021, 20 വർഷം മുമ്പ് നമുക്ക് എത്ര ലാൻഡ് ഫോൺ നമ്പർ കാണാതറിയാമായിരുന്നു? ഞാൻ പറയാം, 4 or 5. അന്ന് ഇത്രയും മൊബൈൽ ഇല്ല. നമുക്ക് അത്യാവശ്യം ലാൻഡ് ഫോൺ നമ്പർ നമ്മുടെ വീട്ടിലേതല്ലെങ്കിൽ അയൽപക്കത്തേത്, മാവിയുടെ വീട്ടിലെ അവിടെ ഇവിടെ 4-5 നമ്പർ കാണാതറിയാം. മനസ്സിൽ നിന്ന് ചുമ്മാ പറയുമായിരുന്നു നമ്മൾ. ഇപ്പോൾ നമ്മുടെ 2 പോക്കറ്റിലും മൊബൈലുണ്ട്. ഒരു മൊബൈൽ നമ്പർ കാണാതെ പറയുമോ? ഈ ഇരിക്കുന്ന പുരുഷന്മാരോട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളോട് ഞാൻ തന്നെ ചോദിക്കട്ടെ, സ്വന്തം കെട്ടിയോളുടെ മൊബൈൽ നമ്പർ ഒറ്റയടിക്ക് കാണാതെ പറയാമോ? നിങ്ങൾ പിന്നെയും പറഞ്ഞേക്കാം ഒരാളുടെയെങ്കിലും ഭർത്താവിൻ്റേത്. ഇനി പറയൂ, മറവി കൂടിയോ കുറഞ്ഞോ? മിണ്ടില്ല അല്ലേ എന്നോട്. ഞാൻ വന്ന സമയത്തൊരു ചെറിയൊരു പ്ലസൻ്റ് ആയിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ രൂക്ഷമായി എന്നെ നോക്കുന്നു. മറവി കൂടിയോ കുറഞ്ഞോ? അടുത്ത കാര്യം പറയാം. 25 വർഷം മുമ്പ്, 30 വർഷം മുമ്പ് നമ്മുടെ വീടിൻ്റെ പോർച്ച്, അങ്ങനെയൊരു സാധനമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ചായ്പെന്നൊക്കെ പറയുമായിരുന്നു. എങ്കിലും അത്യാവശ്യം പോർച്ചൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്നും തുടച്ചു മിനുക്കിയിരുന്ന ഒരു SD ബൈക്ക് ഉണ്ടായിരുന്നു, ഒരു പഴയ ചേതക്ക് ഉണ്ടായിരുന്നു, ഒരു ബജാജ് വണ്ടി ഉണ്ടായിരുന്നു, മറന്നിട്ടില്ല. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇപ്പോഴും നമ്മുടെ അച്ചായൻ കാണാതെ പറയും അല്ലേ? അറിയാം, നമുക്ക് മറന്നിട്ടില്ല. ഇപ്പം നമ്മുടെ വലിയ പോർച്ചിൽ ആൾക്കോരോ വണ്ടി വീട്ടിലുണ്ട് ഇല്ലേ? ഒരു വണ്ടിയുടെ നമ്പർ കാണാതെ പറയാമോ? പറയില്ല. ഇതൊരു പ്രതിഭാസമാണ്. പച്ചയും പുത്തനും പളവളപ്പും കൂടുമ്പോൾ ഓർമ്മ കുറയും. ലോത്തിനും പറ്റിയത് അത് തന്നെയാണ്. നമുക്ക് മറവി കൂടിയോ കുറഞ്ഞോ? നിങ്ങൾ പറയൂ. കുറഞ്ഞു. കൂടി. നമുക്കിന്ന് ഓർമ്മകൾ നമ്മുടെ മൊബൈലിൽ മാത്രമാണ്. നമ്മുടെ അച്ചായൻ്റെ 2 പോക്കറ്റിലും മൊബൈലിലാണ്. വീട്ടിലെത്തുന്നത് തന്നെ ഇരട്ടപ്പിള്ളേരെ മുല കുടിപ്പിക്കുന്ന പോലെ 2 ചെവിയിലും ഇതും വെച്ചോണ്ടാണ് വരിക. ഒട്ടും സമയമില്ല ആർക്കും. എത്ര നമ്പർ കാണാം. രാവിലെ 1000 മെസ്സേജാണ് അയക്കുന്നത് ഒറ്റ അടിക്ക്. അപ്പം അതിന് തന്നെ രാവിലെ സമയം ചെലവഴിക്കുന്നവരുണ്ട്. ഇപ്പം ഗുഡ് മോർണിംഗ് അല്ലേ, അല്ലെങ്കിൽ ഗുഡ് നൈറ്റൊക്കെ. ഈ മൊബൈലിൽ 300 നമ്പറുണ്ട്, അല്ലെങ്കിൽ 700 നമ്പറുണ്ട്. ഓർമ്മകൾ വിരൽത്തുമ്പിലുണ്ട്, ഉപകരണങ്ങളിലുണ്ട്, ഹാർഡ് ഡിസ്കുകളിലുണ്ട്. എന്നാൽ മനസ്സിൻ്റെ മെമ്മറി കാർഡ് എവിടെ പോയി പ്രിയപ്പെട്ടവരെ? മാഞ്ഞുപോയത് നമ്മുടെ മനസ്സിൻ്റെ മെമ്മറി കാർഡുകളാണ്. ശരിയല്ലേ? നമ്മളെക്കുറിച്ച് നാട്ടുകാർ പറയുന്ന, പലരും പറയുന്നൊരു പരാതിയുണ്ട്. എന്തെന്നറിയാമോ? അവള് പോണ പോക്കുണ്ട, എന്താ ജാടയാ. എന്നിട്ട് ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്, എങ്ങനെ കഴിഞ്ഞതാ. ശരിയല്ലേ? നമ്മളും പറഞ്ഞിട്ടുണ്ട് പലരെ കുറിച്ചും. ശരിയാണ്. ഇന്നലകളെ മറന്നുപോയ, നീന്തിയ കണ്ണീർ പുഴകളെ, കണ്ണീര് വീണ അത്താഴത്തിൻ്റെ ഉരുളകളെ മറന്നോ? ഈ നശിച്ച രാത്രി വെളുക്കാതിരുന്നെങ്കിലെന്ന് സ്വയം ശപിച്ച ചില ഇന്നലകളുണ്ട്. ഈ ജീവിതം അവസാനിച്ചിരുന്നെങ്കിലെന്ന് എപ്പോഴും നനച്ചുപോയ ചില ജീവിതാനുഭവങ്ങളില്ലേ? ഇന്നെൻ്റെ സ്നേഹിത, നമ്മെ ഉയരമുള്ള പാറമേൽ കയറ്റി ദൈവം നിർത്തിയിരിക്കുക. മറന്നുപോ പലതും. ഇത് ലോത്തിൻ്റെ കാലാണ്. ഇന്നലകളെ ഇതുപോലെ മറക്കുന്ന. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ചേരുന്നൊരു പര്യായമുണ്ട് ബൈബിളിൽ. ഒരു പക്ഷിയുടെ പേരാണ്. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ആദ്യം വെള്ളം താണോ എന്ന് അറിയാൻ വേണ്ടി നോഹ പറത്തിവിട്ട പക്ഷിയുടെ പേര് പറയാമോ? മത്തായിയച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് ഇവിടെ ഇരിക്കുകയല്ലേ. ആദ്യം പറത്തിവിട്ട പക്ഷി ഏതാ? കേട്ടില്ല? വെറും കാക്കയല്ല. മലങ്കാക്ക. ഈ കാക്ക ഉദ്ദേശം സഫലീകരിച്ചോ? വേഗം പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും വേഗം തിരിച്ചു പോകാം. ഞാൻ എന്തായാലും ഈ വിഷയം തീർത്തിട്ടേ പോകുള്ളൂ. വന്നില്ല ഈ കാക്ക. എന്തുകൊണ്ട്? ഈ കാക്കയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു. പ്രളയം താണ ഭൂമിയിലേക്ക്
അരാരത്ത് പർവ്വതത്തിൻ്റെ ജലരാശിക്ക് മീതെ ആടിയുലഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്ന പെട്ടകത്തിൻ്റെ കിളിവാതിൽ മെല്ലെ തുറന്ന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഈ മലങ്കാക്കയെ നോഹ എന്ന് പറയുന്ന അപ്പച്ചൻ കയ്യിലെടുത്തി വെച്ച് അതിൻ്റെ ചിറകുകളിൽ തലോടി അതിൻ്റെ ചെവിയിൽ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കാക്കയെ പോയി വാ, വെള്ളം താണോന്ന് നോക്കിയിട്ട് വാ. അപ്പോൾ കാക്ക മറുപടി പറഞ്ഞിട്ട് സുരേഷ് ഗോപി പറയണത് പോലെയാണ്, ദേ പോയി, അത് പറഞ്ഞല്ലോ, ദാ വന്നു, ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് പോയി. വന്നോ? എന്തുകൊണ്ട്? ഒറ്റ കാരണം, കാക്ക ഭൂമിയിലേക്ക് പറന്നു ചെന്നപ്പോൾ ചെറിയ മൺകൂനകൾ വെള്ളത്തിന് മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു, വെള്ളം താണു തുടങ്ങിയിരിക്കുന്നു. അവിടെ ഇവിടെയായി ചെറിയ മൺകൂനകൾ. കാക്ക ഇത്തിരി കൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഓരോ മൺകൂലകളിലും അസ്ഥികളുണ്ട്, ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളുണ്ട്, വെള്ളം താണ മരിച്ച, വെള്ളം കയറി മരിച്ച മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും ശവശരീരങ്ങൾ. ദം ബിരിയാണി കണ്ടതുപോലെയായിപ്പോയി. സ്വയം പറയൂ, നമുക്ക് നന്നായി ചേരുന്ന ഒരു പര്യായമല്ലേ പുതിയത് പലതും കാണുമ്പോൾ, പുതിയ വിരുന്നുകൾ കാണുമ്പോൾ, പുതിയ സന്തോഷങ്ങൾ കാണുമ്പോൾ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ കാണുമ്പോൾ പഴയത് പലതും മറക്കാറുണ്ട്. വേറൊരു ഭാഗം കൂടെ ഉണ്ട്. വിശുദ്ധ ലൂക്കോസ് 17:17 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു, കർത്താവ് സൗഖ്യം കൊടുത്തു. വായിച്ചിട്ടുണ്ടാകും. എത്ര പേർ നന്ദി പറയാൻ തിരിച്ചു വന്നു? ഒരാൾ. അയാളോട് തമ്പുരാൻ ചോദിക്കുന്ന വിറങ്ങലിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തെന്നറിയാം? എൻ്റെ മക്കളെ, 10 പേരല്ലേടാ സൗഖ്യം പ്രാപിച്ചത്, എവിടെ ആ ബാക്കിയൊന്ന് പറയൂ? 10 പേരല്ലേടാ സൗഖ്യം പ്രാപിച്ചത്, എവിടെയാ 9 പേർ? വേർ ഈസ് ദ റിമൈനിങ് 9? അപ്പോൾ അവൻ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഞാൻ അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഈ വന്നവൻ്റെ ജാതി ഏതാണ്? ജാതി ചോദിക്കരുതെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്, എങ്കിലും ചോദിക്കട്ടെ. ഈ നന്ദി പറയാൻ വന്നവൻ ഏതായിരുന്നു ഐറ്റം എന്ന് പറയാമോ? ശമരിയക്കാരൻ, വിജാതിയൻ. വരാത്ത 9 എണ്ണം സ്വജാതി, യഹൂദൻ. അന്നേ അങ്ങനെയാ. മൂടുമറക്കുന്ന, നന്ദിയില്ലാത്ത, കടപ്പാടുകൾ വിസ്മരിക്കുന്ന, ഇന്നലകളെ മറന്നുപോകുന്ന ഐറ്റം പണ്ടേ. അതെ, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ മധ്യ തിരുവിതാംകൂറിലാണ് കേട്ടോ. എറണാകുളത്തെ കടത്തി വെട്ടിയിരിക്കുന്നു, ബന്ധങ്ങൾ മുറിയുന്നു, അതിൻ്റെ ഉദാഹരണമാണ് വിവാഹമോചനങ്ങൾ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൃദ്ധമന്ദിരങ്ങൾ മധ്യ തിരുവിതാംകൂറിലാണ്. ബന്ധങ്ങൾ മുറിയുന്നതിൻ്റെ ഉദാഹരണം വൃദ്ധമന്ദിരങ്ങൾ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനോരോഗികൾ മധ്യ തിരുവിതാംകൂർ. എന്താണ് ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ പ്രത്യേകത? കോഴഞ്ചേരിയും കുമ്പനാടും മല്ലപ്പള്ളിയും തിരുവല്ലയും ചങ്ങനാശ്ശേരിയും ചെങ്ങന്നൂരും പത്തനംതിട്ടയും കുമ്പനാടും ഒക്കെ അടങ്ങുന്ന മധ്യ തിരുവിതാംകൂർ. യെസ്, നസ്രാണിയുടെ ജനസംഖ്യാനുപാതം കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ എവിടെ ആ 9 പേർ? വേർ ഈസ് ദ റിമൈനിങ് 9? ആ 9 പേരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്, എൻ്റെ സ്നേഹിത താങ്കളുണ്ട്. എവിടെ ആ 9 പേർ? നമ്മൾ ആ 9 പേരുടെ കൂട്ടത്തിലാണ്. നമ്മൾ ആ മലങ്കാക്കയുടെ കൂട്ടത്തിലാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. കുട്ടമ്പേരൂർ പള്ളിയിൽ നടന്നൊരു സംഭവമാണ്. ഞാൻ ഈ പള്ളി കണ്ടിട്ടുണ്ട്, ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ മറ്റൊരു പള്ളിയിലേച്ചാ, അവിടെ ഞാൻ 1-2 തവണ പ്രസംഗത്തിനൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഈ പള്ളിയിൽ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. ക്രിസ്മസിൻ്റെ തലേ ഞായറാഴ്ച നടന്ന ഒരു സംഭവം ഞാൻ അറിഞ്ഞു. ക്രിസ്മസിൻ്റെ തലേ ഞായറാഴ്ച ഇവിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. അന്ന് നടന്നത്, ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ കുർബാന ചൊല്ലിയപ്പോഴാണത് സംഭവിച്ചത് ഇങ്ങനെയാണ്. അച്ഛനോട് അന്ന് കുർബാനയ്ക്ക് ഇവിടെ നിന്ന പലർക്കും ഒരു മുഷിവ് തോന്നി എന്നാണ് എൻ്റെ അറിവ്. സംഭവം, അന്ന് പരിശുദ്ധ കുർബാന തുടങ്ങി, ശ്ലീഹ 2 വായിച്ചു. ഏവൻഗേലിയോൻ വായിക്കാനായി അച്ഛൻ പടിഞ്ഞാറേക്ക് വരുന്നു. അപ്പോഴാണ് അത് നടന്നത്. അച്ഛൻ വായന തുടങ്ങി.
അന്ന് വായിച്ച വേദഭാഗം എന്താണെന്ന് കാണാൻ പറയാം. എല്ലാ ക്രിസ്മസിൻ്റെ തലേ ഞായറാഴ്ച അതാണ് വായിക്കുക. എന്താ കഴിഞ്ഞ ആഴ്ച വായിച്ചത് ഞങ്ങൾ ചോദിച്ചാൽ പറയില്ല, പിന്നല്ലേ. അന്ന് വായിച്ച എല്ലാ ക്രിസ്മസിൻ്റെയും തലേ ഞായറാഴ്ച വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. വംശാവലി. പ്രിയപ്പെട്ട അച്ഛൻ വായിച്ചു തുടങ്ങി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യോസഫിനെ ജനിപ്പിച്ചു. പിന്നെ വായിക്കൊള്ളാത്ത പേരെല്ലാം കൂടെ ഒരു 42 പേരുടെ പേരിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ താഴെ നിന്ന് നിങ്ങളിൽ പലർക്കും അച്ഛനോടൊരു മുഷിവ് തോന്നി. അച്ഛ ഇതേയുള്ള വായിക്കാൻ. എന്തൊരു കൗതുകമായിരുന്നു ഇവിടെ ഏതാണ്ട് നടന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലേ. അതിനൊക്കെ ഭയങ്കര ജിജ്ഞാസയായിരുന്നു. അച്ഛനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നി, വെച്ചാൽ വേറെ എത്രയോ നല്ല ഭാഗം കിടപ്പുണ്ട്, ഇത് വായിക്കൊള്ളാത്ത പേരെല്ലാം കൂടെ. ചില ഞായറാഴ്ചയൊക്കെ ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ നിന്നിരിക്കുവാണല്ലോ. പ്രാർത്ഥനയോഗത്തിന് ചിലപ്പോൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഭിത്തിയെ ചാരിയിരുന്ന ഈ ചിലപ്പോൾ വായിക്കാൻ വരുന്ന കുറി വംശാവലി ആയിരിക്കും. കാലക്കേടിന് ഈ വംശാവലി വരികയാണെങ്കിൽ പറയാനും വേണ്ട. രാവിലത്തെ കുർബാന കഴിഞ്ഞ് 11 മണിക്കുള്ള കാപ്പി കൂടിയും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഘനത്തിൽ ആമാശയത്തെ നിറയ്ക്കുന്ന ഒരു ഭക്ഷണവും കഴിഞ്ഞ് പിന്നെ ആ അച്ചായൻ്റെ വീട്ടിൽ ഭിത്തിയെ ചാരിയിരുന്ന അര ഉറക്കത്തിൽ വെള്ളെടുത്തും കൂടെ ഉണ്ട്. പറയാനും വേണ്ട. വംശാവലി പേരുകളെല്ലാം കൂടെ വായിക്കും. അർപ്പക്ഷാർ എന്നൊക്കെ ഉള്ളതിന് അരവിന്ദാക്ഷൻ എന്നൊക്കെ വായിച്ചു വല്ലച്ചാൽ ഇത് വായിച്ച് തീർക്കും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട അമ്മമാരെ, കഴിഞ്ഞ 40 വർഷമായില്ലേ കുട്ടമ്പേരു കെട്ടിക്കേറിയിട്ട്? ഇത്രയും നാളായിട്ട് വംശാവലി വായിച്ചു വല്ലതും മനസ്സിലായിട്ടുണ്ടോ? പറയൂ. ഇല്ല. എനിക്കും തോന്നിയിട്ടുണ്ട്, എൻ്റെ പൊന്നച്ചോ എന്നാത്തിനാണ് ഇത് വായിക്കണത്, വേറെ എത്രയോ ഭാഗമുണ്ട് ഈ ക്രിസ്മസിൻ്റെ തലയാഴ്ച വായിക്കാൻ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ അവസാനം വായിച്ചെന്തെന്നറിയാം? അവരിൽ നിന്ന് യേശു ജനിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിച്ചു എന്ന് പറയണമെങ്കിൽ പോയ 42 തലമുറകളിലേക്കൊരു യാത്ര. ഞാൻ വിചാരിക്കും അന്ന് അത് വായിക്കുമ്പോൾ ഈ 42 തലമുറകളിലെ അപ്പന്മാരുടെ ആ പിതാക്കന്മാരുടെ ആത്മാക്കൾ കുളിരുകോരുകാരിക്കണം. അത് വായിക്കണം കേട്ടോ. ഒരു പൂവിടണമെങ്കിൽ അതിൻ്റെ പിന്നിലെ ചെടിയും അതിൻ്റെ മുള്ളും തണ്ടും വെള്ളവും അത് വലിച്ചെടുത്ത വളവും മണ്ണും ഇല്ലാതെ എങ്ങനെ? ഇന്നിപ്പം നിന്നെ ഇഷ്ടമാണ്, നിന്റെ വീട്ടുകാരിവിടെ വന്നു പോകരുതെന്നാണ് പറയുക. പൂവിനെ മാത്രം ഇഷ്ടപ്പെടുന്ന കാലമാണ്. അച്ചായനെ ഇഷ്ടമാണ്, അച്ചായൻ്റെ അമ്മയ്ക്ക് അപ്പന് എണ്ണയും കുഴപ്പം തേച്ചുകൊണ്ട് ഇവിടെ കടക്കാൻ എന്നെ കിട്ടുകയല്ല. അപ്പോഴാണ് 42 തലമുറകൾ. നമ്മൾക്ക് മുഷിഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ ഈ പേര് പറഞ്ഞു പോകുന്ന ഒന്നും ഇഷ്ടമല്ല. 42 തലമുറകളുടെ പേരിങ്ങനെ വായിച്ച് യേശു ജനിച്ചു എന്ന് പറയുക. പോയ തലമുറകളിലേക്കൊരു സഞ്ചാരമാണ്. ഇവിടെ അധികം കുട്ടികളൊന്നുമില്ല. മക്കളെ ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, നമ്മുടെ പപ്പായുടെ വല്യപ്പച്ചൻ്റെ പേര് പറയാമോ? കുട്ടമ്പേരൂരും നല്ല ഈ ഭൂമി മലയാളത്തിൽ ആരും പറയില്ല കുട്ടികൾ. മമ്മിയുടെ വല്യമ്മച്ചിയുടെ പേര് പറയാമോ? പറയില്ല. ഞാൻ ചോദിച്ചത് 2 തലമുറയ്ക്കപ്പുറം നമ്മൾ എത്രയോ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നു, വേണ്ടുന്നതും വേണ്ടാത്തതും. എത്രയോ കണ്ണീർ കഥകൾ നാം പങ്കുവയ്ക്കുന്നു, എത്രയോ വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അയൽപക്കക്കാരുടെ കാര്യങ്ങൾ, അതിലെ പോയ കാര്യങ്ങൾ, ഇന്നലത്തെ കാര്യങ്ങൾ. പക്ഷെ ഒരിക്കലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളുടെ വല്യപ്പൻ വിണ്ടുകീറിയ പാദങ്ങളുമായി വയൽ വരമ്പുകളിൽ നടന്നു തീർത്ത അദ്ദേഹത്തിൻ്റെ ഇന്നലകളിലെ വിയർപ്പിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞിനോട് 1 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട അമ്മയെ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വല്യമ്മച്ചിയെക്കുറിച്ച് കരിപിടിച്ച അടുക്കളയ്ക്കുള്ളിൽ ഓരോ ജീവിതം മുഴുവൻ പോലെ കുനിഞ്ഞ് ജീവിതം ഊതിത്തീർത്ത ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങളുടെ 9 വയസ്സുകാരിയോട് 1 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടോ? ബന്ധങ്ങൾ 2 തലമുറയ്ക്കപ്പുറം ഒരു പേര് പോലും അവർക്ക് ഓർമ്മയില്ല. ഞാൻ പറയാറുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് ആകപ്പാടെ നമുക്ക് 3 ബന്ധങ്ങളേ ഉള്ളൂ. ഒന്നാമത്തേത് അങ്കിളാണ് നമ്മുടെ കുട്ടികൾക്ക്. 2ാം ക്ലാസ്സുകാരന് അവൻ്റെ അമ്മയുടെ മമ്മിയുടെ ആങ്ങളെയും അങ്കിളാണ്. സ്കൂൾ ബസ് ഓടിക്കുന്ന ആ ചെറുപ്പക്കാരനും ആരാണ്? അങ്കിളാണ്. ഇത് രണ്ടും ഇവൻ ഒരേ എഫക്റ്റാണ്. അവൻ്റെ കുറ്റമല്ല, നിന്റെ കുഴപ്പമാ അമ്മേ. അമ്മയുടെ നേരാങ്ങളെയും സ്കൂൾ ബസ് ഓടിക്കുന്ന ചെറുപ്പക്കാരനും അല്ലെങ്കിൽ പത്രം കൊണ്ടുവരുന്ന മാമനും ആരാണ്? അങ്കിളാണ്. ആരുടെ കുഴപ്പ? അവൻ്റെ കുഴപ്പമല്ല, അങ്കിൾ. ഈ 5 അക്ഷരം ഒരു സായിപ്പിൻ്റെ ഭാഷയുടെ ലാവണ്യം
രസമായിരിക്കാം. എല്ലായിടവും ഇന്ന് അങ്കിളാണ്. അതുകൊണ്ട് ആരെയും കയറി അങ്കിളെ എന്ന് വിളിക്കാൻ നമ്മുടെ തലമുറയ്ക്കുന്ന ഒരു മടിയും ഇല്ല. 2, മറ്റൊരു വാക്കുണ്ട്, ആൻറ്റി അല്ലേ. 3-ാം ക്ലാസ്സുകാരിക്ക് അവളുടെ അപ്പൻ്റെ പെങ്ങളും ആൻറ്റിയാണ്. സ്കൂളിൽ അവളുടെ ടിഫിൻ ബോക്സ് വൃത്തിയാക്കി കൊടുക്കുന്ന മെല്ലിച്ച സ്ത്രീയും ആരാണ്? അവളുടെ കുഴപ്പമല്ല. ആരുടെ കുഴപ്പ? നമ്മുടെ കുഴപ്പ. എൻ്റെ പ്രിയപ്പെട്ടവർ, എവിടെ പോയി നമ്മുടെ കൊച്ചപ്പൻ, മാവൻ, കൊച്ചമ്മ, അമ്മാച്ചൻ, അമ്മാവി, ഉപ്പാപ്പൻ ഇല്ലായിരുന്നോ? എവിടെ കൊണ്ട് നാം കളഞ്ഞു? ആർക്കു വേണ്ടിയാണ് നാം ഇതൊക്കെ കളഞ്ഞത്? ബന്ധങ്ങളെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ. ഇത് രണ്ടും കൂടാതെ അടുത്ത വേറൊരു സാധനമുണ്ട്, കസിൻ. എല്ലാം ഇന്ന് കസിനാണ്. ആ ബന്ധങ്ങൾക്ക് നമ്മൾ നമ്പരിട്ടു. അത് ആദ്യം നമ്പരിട്ട നസ്രാണിയ. ഫസ്റ്റ് കസിൻ, സെക്കൻഡ് കസിൻ, തേർഡ് കസിൻ. നമ്പരിടുന്നത് ഉൽപ്പന്നങ്ങൾക്കാണ് കേട്ടാ. നമ്പരിടുന്നത് കമ്പോളത്തിലെ സാധനങ്ങൾക്കാണ് കേട്ടാ. ബന്ധങ്ങൾക്ക് ഇവിടെ നമ്പരിട്ടത് ഹൈന്ദവനല്ല, ഇസ്ലാമുമല്ല, ക്രിസ്ത്യാനിയ. എല്ലാം കസിനാ. ഇപ്പൊ എവിടെ വരെ പോകാന്ന് പോലും അറിയില്ല. അപ്പോ ആ കസിൻ എന്നുള്ള വാക്കിനൊരു സുഖമുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചിനെ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ വെച്ച് കണ്ടിട്ട് നമ്മുടെ ചെറുപ്പക്കാരനെ അടുത്ത ആഴ്ച പിന്നെ പള്ളിയുടെ മുന്നിൽ വെച്ച് കണ്ടപ്പോൾ പത്തായി കുന്നലച്ചൻ ചോദിക്കുന്നു, കഴിഞ്ഞ ആഴ്ച ചെങ്ങന്നൂർ സ്റ്റാൻഡിന്റെ മുന്നിൽ വെച്ചൊന്ന് കണ്ടായിരുന്നല്ലോ. കണ്ടായിരുന്ന ചാച്ചൻ അവിടെ കണ്ടു ഇപ്പോൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ബൈക്കിന്റെ പിറകിൽ ആരായിരുന്നു? ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ. അവനിങ്ങനെ ഇടവും മലവും നോക്കിയിട്ട് ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുക, കസിനാച്ച. ആരാണ്? കസിൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് കഴിഞ്ഞ് കുറച്ച് നാൾ മുമ്പ് ഒരു ഫോൺ വന്നു. ഞാൻ ആദ്യം ഇരുന്ന പള്ളിയിലെ ഒരു കൊച്ചുകുട്ടി, അന്ന് കൊച്ചുകുട്ടിയാണ്, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പ്രായമായിരിക്കുന്നത്. എന്നോട് ചോദിച്ചു, അച്ഛാ വിശേഷമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രസമല്ലേ. അച്ഛാ എത്രാമത്തെ തലമുറ വരെ കല്യാണം കഴിക്കാം? നിനക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായോ? 10-26 വയസ്സായിട്ടുണ്ട്. അച്ഛാ എത്രാമത്തെ തലമുറ വരെ പെണ്ണ് കെട്ടാം? എന്താ കുഞ്ഞെ അങ്ങനെ ചോദിക്കാൻ? നിർബന്ധിച്ചപ്പോൾ അവൻ എന്നോട് മനസ്സ് തുറന്നു, അച്ഛാ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, ഞങ്ങളുടെ ബന്ധത്തിലുള്ളതാണ്, വീട്ടിൽ ഭയങ്കര വഴക്കാണ്, ഈ ബന്ധത്തിനകത്തുനിന്ന് പെണ്ണ് കെട്ടാൻ പറ്റില്ലെന്നാണ് പറയുക. അച്ഛാ എന്നെ കൊണ്ട് പറ്റില്ല. അല്ലാതെ ഞാൻ എത്രാമത്തെ തലമുറ വരെ എന്നൊന്നും പറഞ്ഞു ഒന്നും ഞാൻ ഇവിടെ പറയത്തില്ല. അതൊന്നും ആരും നോക്കണ്ട, ചെറുപ്പക്കാരും. പ്രിയപ്പെട്ടവരെ, അറിയില്ല ബന്ധങ്ങൾക്ക് എവിടെ വരെ, ഏത് ബന്ധം എങ്ങനെ ആരെ കാണണം, ആരാണ് ഉത്തരവാദി? നമ്മളാ. ബന്ധങ്ങളെടുത്ത് ചവറ്റുകുട്ടയിലിട്ട്. ലോത്തിന്റെ കാലം തന്നെ ഇത്. ഹി ഫോർഗെറ്റ് ദ ഗ്ലോറീസ് ഓഫ് ദ പാസ്റ്റ്. 4 അക്ഷരത്തിന്റെ വിദ്യാഭ്യാസവും 4 കാശിന്റെ സമ്പത്തും 4 ആളറിയുന്ന സ്ഥാനം ഉണ്ടാകുമ്പോൾ മറന്നുപോയൊരു 3 അക്ഷരമുണ്ട്, ഗുരുത്വം. ഗുരുത്വം. അബ്രഹാമിനോട് ലോത്തിന് ഗുരുത്വമില്ലാതെ പോയി. അല്ലെങ്കിൽ അബ്രഹാമിനോടൊപ്പം ഓർക്കപ്പെടേണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ വിധി. കടലെടുത്തു പോയില്ലേ, കാട് കയറിപ്പോയില്ലേ, ഗുരുത്വമില്ല. കടപ്പാടുകളെ മറന്ന ഒരു ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്ത ഞാനിവിടെ എങ്ങനെ അവസാനിപ്പിക്കുക? മലങ്കാക്കയുടെ കൂട്ടത്തിൽ താങ്കളുണ്ട്, ഞാനുണ്ട്. 9 പേരുടെ കൂട്ടത്തിൽ താങ്കളുണ്ട്, ഞാനുണ്ട്. വംശാവലി മുഷിയുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളുമുണ്ട്. ഇന്നലകളെ ഇതുപോലെ മറക്കുന്നൊരു കാലം. നമ്മുടെ വീട് ലോത്തിന്റെ വീട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു വിവാഹ ഭവനത്തിൽ, ഇന്നലെ കഴിഞ്ഞ ഒരു വിവാഹ ഭവനത്തിൽ ഇന്ന് രാവിലെ ഒന്ന് കയറിയപ്പോൾ ആ ഗൃഹനാഥൻ എന്നോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. അച്ഛാ, കൊറോണയൊക്കെ ആയിട്ടും ഞാൻ കല്യാണത്തിന് വിളിച്ച വീട്ടിൽ ബന്ധുക്കളോട് പറഞ്ഞത്, നിങ്ങൾ പ്രായമുള്ളവർ വന്നില്ലെങ്കിലും കൊച്ചുങ്ങളെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം തുടർന്നു, ഇന്ന് ബന്ധങ്ങൾ കുട്ടികൾക്കറിയില്ല, അതുകൊണ്ട് എൻ്റെ മാവിയുടെ വീടാണ് അല്ലെങ്കിൽ എൻ്റെ കൊച്ചപ്പൻ്റെ വീടാണെന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് അറിയണ്ടേ, അതുകൊണ്ട് ഞാൻ എല്ലാ വീട്ടിലെ കുട്ടികളെ കൊണ്ടുവരണോ നിർബന്ധമായി പറഞ്ഞിരുന്നു അത്രേ. എനിക്ക് ആ മനുഷ്യനോട് ആദരവ് തോന്നി. നാം ബന്ധങ്ങൾക്ക് നമ്പരിട്ട കാലം, ഓർമ്മകൾ കടപുഴകിയ കാലം. ഇത് ലോത്തിന്റെ കാലം. ലോത്ത് ജീവിതത്തിൽ പരാജയപ്പെടാൻ രണ്ടാമത്തെ കാരണം, he lives in dreams. അയാൾ സ്വപ്നങ്ങളിൽ
ജീവിക്കുന്നു, സ്വപ്നങ്ങളിൽ. ആ മരുഭൂമിയിൽ നിന്ന് അയാൾ സ്വപ്നം കാണുകയാണ്. ലോത്ത് പറയുന്നുണ്ട്, പൊന്നുമോനെ, അബ്രഹാം പറയുന്നുണ്ട്, പൊന്നുമോനെ, ഇഫ് യു ടേക്ക് ദി ലെഫ്റ്റ് ഹാൻഡ്, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, എൻ്റെ മോൻ വലത്തോട്ടാണെങ്കിൽ ഞാൻ. ഈ ഓപ്ഷൻ മുന്നിലേക്ക് വന്നു വീണപ്പോൾ സന്ദേഹപ്പെട്ട് നിൽക്കുന്ന ലോത്ത് ചിന്തിച്ചു, കിളവൻ 100-നോടടുത്തായി വരുന്നു. ആർക്ക്? ലോത്ത്, അബ്രഹാമിന്. ഇനി എത്ര നാളാ? എനിക്കോ ജീവിക്കണം, എനിക്ക് ജീവിക്കണം. അയാളുടെ ചെറുപ്പം, അയാളുടെ യൗവനം, അയാളുടെ തലച്ചോറിൽ സ്വപ്നങ്ങളുടെ പെരുമഴക്കാലം, അയാളുടെ സിരകളിൽ കിനാവുകൾ കൂടുകൂട്ടി. ദൂരെ ചെറിയ പുൽമേടുകൾ കണ്ടപ്പോൾ ലോത്ത് ചിന്തിച്ചു, നാളെ 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 എനിക്ക് ജീവിക്കണം. സ്വപ്നങ്ങളില്ലാതെ ജീവിക്കാനൊക്കെ ഇല്ല. ഒക്കുമോ? സ്വപ്നങ്ങളുണ്ടെങ്കിലേ, പണ്ട് വയലാർ പാടിയതുപോലെ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമേ ഭൂമി. സ്വപ്നങ്ങൾ. എത്ര സുന്ദരമായൊരു കവിത! സ്വപ്നങ്ങളില്ലാത്ത ഭൂമി സെമിത്തേരിയാണത്രേ, ശവപ്പറമ്പാണ്. എന്നാൽ സ്വപ്നങ്ങൾ അധികമാകുമ്പോൾ ലോത്തിന് പറ്റിയത് ജീവിതത്തിൻ്റെ കടപ്പാടുകളെയും യാഥാർത്ഥ്യങ്ങളെയും മറന്നിട്ട് സ്വപ്നം കണ്ടു. അയാൾ ചിന്തിച്ചു, നാളെ 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 എൻ്റെ കന്നുകാലികൾ ഇരട്ടിക്കും. അയാൾ ഡബ്ലിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. നാളെ എൻ്റെ ആടുമാടുകൾ ഇരട്ടിക്കും. അയാൾ സ്വപ്നം കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മറന്ന, ജീവിതത്തിൻ്റെ കടപ്പാടുകളെ മറന്ന് സ്വപ്നം കണ്ടവൻ്റെ ജീവിതം. ഇനി ഞാൻ പറയുന്നത് കേൾക്കണേ. ഇത് കന്നുകാലികളെ വളർത്താൻ കൊള്ളാമോ എന്ന് ചിന്തിച്ച ലോത്ത, ഇത് കൊച്ചുങ്ങളെ വളർത്താൻ കൊള്ളാമോ എന്ന് ചിന്തിച്ചില്ല. അയാളന്ന് പെണ്ണ് കെട്ടിയിട്ടില്ല, കുഞ്ഞുങ്ങളില്ല. പക്ഷേ ജനിപ്പാനിരിക്കുന്ന തലമുറ പോലും, നിങ്ങൾക്ക് പറയാമോ, ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട പെൺമക്കൾ ആരുടെയെന്ന് പറയാം? ലോത്തിൻ്റെയാ. കാരണം എന്താ? ഗുരുത്വം മറന്ന അപ്പൻ്റെ പഴയകാല ശാപം. നമ്മൾ പറയും വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വലിയ കുഴപ്പം കാണുകയല്ല പലതും. അനുഭവിക്കാനിരിക്കുന്ന ചില തലമുറകളുണ്ട്. വിവാഹിതനല്ലാത്ത ലോത്ത് അപ്പനോട് ഗുരുത്വം മറന്നെങ്കിൽ ചെന്നുപറ്റിയ ഭൂമിയിൽ പിറന്നു വീണ കുഞ്ഞുങ്ങളെ ശാപം ബാധിച്ചു കേട്ടോ. ഓർമ്മയില്ലേ ഒരു വാക്യം? പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം. പ്രിയപ്പെട്ടവരെ, ഇത് കന്നുകാലികളെ വളർത്താൻ കൊള്ളാമോ എന്ന് ചിന്തിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്താൻ കൊള്ളാമോ എന്ന് ചിന്തിച്ചില്ല. എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, ഇവിടെ ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. നാം വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും കെട്ടിപ്പടുക്കാനും ഓടുമ്പോൾ ചില ജീവിതാനുഭവങ്ങൾ നേരെയല്ലെങ്കിൽ, നമ്മുടെ ഓട്ടങ്ങൾ ധർമ്മത്തിന് നിരക്കുന്നതല്ലെങ്കിൽ, പിറക്കാനിരിക്കുന്ന തലമുറ പോലും ചിലപ്പോൾ ശാപത്തിലേക്ക് വീണുപോയേക്കും. സഹോദരങ്ങളെ, ഇത് സൊദോം ഗൊമോറ. ഇത് ചരിത്രത്തിൻ്റെ സൊദോം ഗൊമോറ. ഇനി ഞാൻ പറയാം. ഉൽപ്പത്തി ഈ ഭാഗത്ത് 13-ാം അധ്യായത്തിൽ അബ്രഹാം പിറകിൽ നിൽക്കുമ്പോൾ ലോത്ത് മുന്നിൽ നിന്ന് ആദ്യം എങ്ങോട്ട് നോക്കി? തെക്കോട്ട്. വേണ്ട. പിന്നെ എങ്ങോട്ട് നോക്കി? വടക്കോട്ട്. വടക്കോട്ട് നോക്കിയ നോട്ടം, ലോത്തിൻ്റെ മനസ്സിലുണ്ടായ ചിന്ത 13-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. അതിങ്ങനെയാണ്, കേൾക്കണം. ലോത്ത് അവിടെ നിന്ന് നോക്കിയപ്പോൾ ലോത്തിൻ്റെ മനസ്സിലുണ്ടായ ചിന്ത ഇതാണ്: അത് ദൈവം നശിപ്പിക്കുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ തോട്ടം പോലെ തോന്നി. എന്തുപോലെ തോന്നി എന്ന് പറഞ്ഞേ? ഞാൻ കേട്ടില്ല, ഉറക്കെ പറ. ദൈവത്തിൻ്റെ, ഞാനൊന്നും കേൾക്കുന്നില്ല. തോട്ടം പോലെ തോന്നി. ദൈവത്തിൻ്റെ തോട്ടം പോലെ തോന്നി. ആർക്ക്? ലോത്തിന്. ചോദിക്കട്ടെ, ഒരു ചെറു ചോദ്യം. ദൈവത്തിൻ്റെ തോട്ടം എന്നതിന് ഒറ്റ വാക്ക് പറയാമോ? ആലോചിക്കൂ. ദൈവത്തിൻ്റെ തോട്ടം എന്നതിന് ഒറ്റ വാക്ക് പറയാമോ?
എന്തെങ്കിലും മിണ്ടൂന്നേ. എന്തായാലും ഞാൻ എത്ര ദൂരം വന്നതല്ലേ. ഏദൻ തോട്ടം, ഒരു ചെറിയ വാക്ക്, 4 അക്ഷരമുള്ള, പായിൽ ആരംഭിക്കുന്നൊരു വാക്കുണ്ട്. പായിൽ ആരംഭിക്കുന്ന പറുദീസ. യെസ്. ഇന്ന് ലോത്ത് നോക്കിയപ്പോൾ ആ സ്ഥലം എന്തുപോലെ തോന്നി? പറുദീസ. എന്നാൽ ഇന്ന് പറുദീസ പോലെ തോന്നിയത് നാളെ എന്തായിരുന്നു? ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. ലോത്ത് ചെന്ന് പറ്റിയ സ്ഥലത്തിന്റെ പേരെന്താ? വെറുതെ വന്നതാ, സോദോം ഗൊമോറ. അതെ, അത് നിങ്ങൾ പറയണം. ഇന്നിന്റെ പറുദീസ, നാളെയുടെ സോദോം. ഇന്നിന്റെ പറുദീസ, അകലെ നിന്ന് നോക്കുന്ന പല പറുദീസകളും എൻ്റെ പൊന്നുമക്കളെ അടുത്ത് കിട്ടിക്കഴിയുമ്പോ സോദോമാ. ജീവിതത്തിൽ ബന്ധങ്ങളെ മറന്ന്, കടപ്പാടുകളെ മറന്ന് പറുദീസ തേടിയവന്റെ പറുദീസ എന്തായിട്ട് മാറി? സോദോം. ചാറ്റിങ് നടത്തുമ്പോൾ പറുദീസയായിട്ട് തോന്നുന്നുണ്ട് പലതും. ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ സോദോമാ. ബന്ധങ്ങളെ മറന്നിട്ട്, അപ്പനെ മറന്നിട്ട്, അപ്പൻ്റെ വിയർപ്പ് മറന്നിട്ട്, അമ്മയുടെ വേദന മറന്നിട്ട്, എനിക്ക് ഈ കല്യാണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആയുസ് മുഴുവൻ ഇവിടെ ഒറ്റത്തടിയായിട്ട് നിന്നോളാം എന്ന് പറയുകയാണ്. അവനവൻ്റെ ഇഷ്ടത്തിന് യാത്ര ചെയ്യുമ്പോൾ ഇന്നലെ കണ്ട ബന്ധങ്ങളുടെ പിറകെ, ഇഷ്ടങ്ങളുടെ പിറകെ പറുദീസ എന്ന് തേടി ഓടുന്ന പെൺകുഞ്ഞേ, യൗവനക്കാരി, ചെറുപ്പക്കാരാ, നിനക്ക് ഇന്ന് പറുദീസ എന്ന് തോന്നുമ്പോ നിന്റെ അബ്രഹാമിനെ മറന്നുപോയോ? നിന്റെ വീട്ടിലൊരു അപ്പനുണ്ട്, ഒത്തിരി വെയിൽ കൊണ്ടൊരു തണൽ. ആ മനുഷ്യൻ ഇന്ന് രാത്രി ഞാൻ വിളിക്കുക അബ്രഹാം, നിന്റെ അപ്പൻ. നിനക്ക് വേണ്ടി എല്ല് മുറിയുന്ന വേദന സഹിച്ച ഒരു അമ്മയുണ്ട്, അവൾക്കും ഞാനൊരു പേര് വിളിക്കുക അബ്രഹാം. പിറകിൽ നിൽക്കുന്ന അബ്രഹാമിനെ മറന്നിട്ട് ദൂരെ എവിടെയോ കാണുന്ന പച്ചപ്പിന്റെ പറുദീസതയുടെ ബന്ധങ്ങളെ മറന്ന് ഒരു വാശിക്കിറങ്ങിപ്പോയ ഒരുപാട് പേരൊന്ന് ദുഃഖിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. ജീവിതത്തിന്റെ പഴയ വീടിന്റെ പടികേറി വരാൻ എന്നെ കേൾക്കുന്ന യൗവനക്കാരാ, ഈ ഓൺലൈനിൽ എന്നെ കേൾക്കുന്ന പെൺകുട്ടി, നീ ചില നിർബന്ധ ബുദ്ധിയിലിരിക്കുകയാണോ? നീ ചില വാശിയിലിരിക്കുകയാണോ? എൻ്റെ പൊന്നുമക്കളെ, ഗുരുത്വം മറന്ന് നീ തേടുന്ന പറുദീസ, ഈ അച്ഛൻ ഈ രാത്രി പറയട്ടെ, നിനക്ക് ശാപമാകുഞ്ഞേ. ഗുരുത്വം മറന്ന് നീ തേടുന്ന പറുദീസ ഉണ്ടല്ലോ എൻ്റെ പൊന്നുമക്കളെ, നിനക്കും നിനക്കുണ്ടാകാൻ പോകുന്ന തലമുറയ്ക്കും ശാപമാ എൻ്റെ പൊന്നുമോനെ. അപ്പനെ മറക്കല്ലേ, നിന്റെ പിറകിൽ നിൽക്കുന്ന അബ്രാമിനെ മറക്കല്ലേ, നീ പോയ പെരുവഴി മറക്കല്ലേ. ഇന്നിൻ്റെ പറുദീസ, നാളെയുടെ സോദോം. പ്രിയപ്പെട്ടവരെ, മലയാളത്തിലൊരു പഴഞ്ചൊല്ലില്ലേ, മിന്നുന്നതല്ല ഇവിടെ ഇല്ല, പൊന്നല്ല. തിളക്കമുള്ളതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. സ്വർണത്തിനാണോ, സ്വർണം പൂശിയതിനാണോ ഗ്യാരണ്ടി? അതും അറിയില്ല. ഞാൻ സ്ത്രീകളുടെ മുഖത്തേക്കാണ് നോക്കിയത്. സ്വർണത്തിനാണോ, സ്വർണം പൂശിയതിനാണോ ഗ്യാരണ്ടി? ഏതിന് തിളക്കം? ഞങ്ങൾ ഈ സ്വർണം പൂശിയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതിന്റെ കാര്യം ഞങ്ങൾക്കില്ല. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ കൊല്ലം സുപ്രീമിനാണോ തിളക്കം, അതോ 916നാണോ തിളക്കം? ഏതാ? അതെ, തിളക്കം 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞതിനാ, പക്ഷെ ഗ്യാരണ്ടി മറ്റേതിനാണ്. തിളക്കമുള്ളതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. ഒരുപാട് സ്വപ്നങ്ങൾ തേടി ഓടി. ജീവിതം ഇങ്ങനെയാണ്, നമ്മളും ഇങ്ങനെയാണ്. 33 വയസ്സിൽ എൻ്റെ കർത്താവ് സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചും കടന്നു പോകുമ്പോൾ പറഞ്ഞ അവസാനത്തെ വാക്കുതാണ്, ഇറ്റ്സ് ഫിനിഷ്ഡ്. നിവൃത്തിയായി. എന്താ? നിവൃത്തിയായി. ചെറുജീവനം. നമ്മളിവിടെ 99 കഴിഞ്ഞാലും ഓരോ ഓണം കൂടെ ഉണ്ടിട്ട് പോകണം. നമുക്ക് മോഹങ്ങൾ അവസാനിക്കില്ല. കരളിലെ മോഹവും കടലിലെ ഓളവും അടങ്ങുകയില്ല. 99 കഴിഞ്ഞാലും നമ്മുടെ മോഹങ്ങൾ തീരാതെയാണ് നമ്മൾ ജീവിക്കുക. സ്വപ്നങ്ങൾ ഇത്രയുള്ളൊരു കാലം. പരിശുദ്ധ പരുമലത്തിരുവേനി 54 വർഷമല്ലേ ജീവിച്ചുള്ളൂ. അവസാനത്തെ 2 ദിനങ്ങൾക്ക് മുമ്പ് തുലാം 18 പറഞ്ഞില്ലേ, ഇനിയും 2 ദിവസം. എന്തിന്? അതിൻ്റെ അർത്ഥം നിവൃത്തിയായി എന്നാണ്. സ്വാമി വിവേകാനന്ദൻ 39-ാമത്തെ വയസ്സിലാണ് മരിക്കുക. അൽഫോൻസാമ്മ 37-ാമത്തെ വയസ്സിലാണ് മരിക്കുക. ഗീവർഗീസ് സഹോദരൻ 21-ാമത്തെ വയസ്സിലാണ് മരിക്കുക.
ശ്രീ ശങ്കരാചാര്യർ 32-ാമത്തെ വയസ്സിലാണ് മരിക്കുക. അലക്സാണ്ടർ ചക്രവർത്തി 32-ാമത്തെ വയസ്സിലാണ് മരിക്കുക. ചരിത്രത്തെ കീഴ്മേൽ മറിച്ചവരുടെയൊക്കെ പ്രായം ചെറുതായിരുന്നു. നമ്മളൊക്കെ 98 കഴിഞ്ഞിട്ട് കടന്നു പോകും. ആരോർക്കും? നമ്മളൊക്കെ മരിച്ച് ഇവിടുത്തെ കല്ലറ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ നല്ല ഒന്നാന്തരം ഇറ്റാലിയൻ ഗ്രാനൈറ്റൊക്കെ അവിടെ നല്ല നല്ല വെയിറ്റുള്ള സാധനം തന്നെ വെക്കും. ഇനി പൊങ്ങി വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് തലക്കല്ലും വെക്കും, ഹെഡ് സ്റ്റോണും വെക്കും അല്ലേ. അതിനകത്ത് നമ്മുടെ പേരും എഴുതും. ഇന്നടത്ത് ശോശാമ, ഇന്ന പറമ്പിൽ, വലിയ വീട്ടിൽ എന്നൊക്കെ എഴുതും. എന്നിട്ട് അടുത്ത തീയതി എഴുതും. ബോൺ ഓൺ 20/2/1963. അത് കഴിഞ്ഞിട്ട് ഡൈഡ് ഓൺ 20/3/2026 എന്നൊക്കെ എഴുതും അല്ലേ. നമ്മളെക്കുറിച്ച് നാട്ടുകാർ കാണാൻ എഴുതപ്പെടാൻ പോകുന്ന ഏക രേഖയാണത്. ജനിച്ച തീയതിയുണ്ട്, മരിച്ച തീയതിയുണ്ട്. 98 വയസ്സിലാണ് മരിച്ചതും. ഈ ജനിച്ച തീയതിക്കും മരിച്ച തീയതിക്കും ഇടയ്ക്ക് വല്ലതും ആ കല്ലറയിലെ കറുത്ത ഗ്രാനൈറ്റിൽ എഴുതാറുണ്ടോ? ഇവിടെ കല്ലറയില്ലേ, ആരും മരിക്കാറില്ലേ? എഴുതാറുണ്ടോ? പറയൂ. ഇല്ല. ജനനത്തീയതിക്കും മരണത്തീയതിക്കും ഇടയ്ക്ക് ഉണ്ട്, ഒരു ചെറുവരയുണ്ട്. ജനന മരണ തീയതികളെ തമ്മിൽ വേർതിരിക്കുന്ന, ജനിമൃതികളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറു വര കണ്ടില്ലേ? ഒരു ചെറിയ ഹൈഫൻ, ഒരു ചെറിയ ഡാഷ്. നീ ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഡാഷ്. അല്ലെങ്കിൽ ഈ വൃത്തികെട്ട നാട്ടുകാർ നമ്മളെക്കുറിച്ച് പല ഡാഷും പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പൂരിപ്പിക്കാൻ ഒരു ഡാഷ് അവിടെ ആ കറുത്ത ഗ്രാനൈറ്റിൽ ഇട്ടിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്നാ പൂരിപ്പിക്കും? കുട്ടമ്പേരു പള്ളി പറയും, അവൾ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ. സുഗന്ധമുള്ള ഓർമ്മകൾ സമ്മാനിച്ച് കടന്നു പോകുമോ? നമ്മളൊക്കെ ജീവിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ മരിച്ചു പോകും. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും അല്ലേ. എല്ലാം കടന്നു പോകും. ലോത്തിന്റെ യാത്ര കനാനിലേക്ക് പുറപ്പെട്ടവൻ ഇതാ സൊദോമിന്റെ പറുദീസ എന്ന് കരുതിയ നാശത്തിന്റെ വൈകൃതങ്ങളുടെ കാവൽപ്പുരയിൽ. സഹോദരങ്ങളെ, അബ്രാമിനെ കുറിച്ച് തിരുവചനം പറയുന്നു, അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. 12-13 അധ്യായങ്ങളിൽ പലതവണ ആവർത്തിക്കുന്ന ഒരു വാക്കാണ്. അബ്രാം പിന്നെയും എങ്ങോട്ട്? തെക്കോട്ട്. ഈ തെക്കോട്ട് പോകുന്നത് അത്ര നല്ല കാര്യമാണോ? ഭാരതത്തിൻ്റെ ഭാഷ പറയട്ടെ, തെക്കോട്ട് പോവാന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പോക്ക, തെക്കോട്ട് എടുക്കുക എന്നൊക്കെ പറയില്ലേ. അബ്രാം പിന്നെയും എങ്ങോട്ട് യാത്ര ചെയ്തു? തെക്കോട്ട്. തെക്കോട്ട് പോകുന്നത് അത്ര ശുഭമല്ല. എങ്കിലും തെക്കോട്ട് പോയവൻ പോകുന്നിടത്തൊക്കെയും യഹോവയ്ക്ക് യാഗപീഠം പണിഞ്ഞു. ദൈവം അബ്രഹാമിൻ്റെ കൈ പിടിച്ചു. ദൈവം അബ്രഹാമിനെ ഉയർത്തി. നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ഇതുപോലെ മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ലോത്തിന്റെ 2 പരാജയം ഞാൻ പറഞ്ഞത്. 1, അയാൾ ഇന്നലകളെ മറന്നു. 2, അയാൾ ജീവിതത്തിൻ്റെ കടപ്പാടുകളെ മറന്ന സ്വപ്നങ്ങളിൽ ജീവിച്ചു. ലോത്തിന്റെ ജീവിതത്തിൻ്റെ 3-ാം പരാജയം. 12-13 അധ്യായങ്ങൾ കഴിഞ്ഞ് 19-ാം അധ്യായത്തിലേക്ക് വരണം. അയാളുടെ 3-ാം പരാജയം കാണാം. ഹി വാസ് എ സോളിറ്ററി. അയാൾ ഒരൊറ്റയാനായിരുന്നു. ഒറ്റയാൻ, ആ പേര് പോലും നമുക്ക് ഭീതി ഉണ്ടാക്കുന്നുണ്ട്. ഏകനായി അപകടം വിതയ്ക്കുന്നവനാണ് ഒറ്റയാൻ. ഒറ്റയാനെ പേടിക്കണം. അയാൾ ഒരൊറ്റയാനായിരുന്നു. കുടുംബജീവിതം ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, 2 പെൺമക്കളുണ്ടായിരുന്നു. സമൂഹത്തിൽ ജീവിച്ചപ്പോഴും അയാൾ ഏകനായി, ഒറ്റയാനായി. ഞാൻ വിശദമാക്കാം. ലോത്തിന്റെ കുടുംബജീവിതം ആട്ടെ. ലോത്തിന്റെ ഭാര്യയുടെ പേര് പറയാമോ? പെരുന്നാളല്ലേ, പറയാമെങ്കിൽ 1000 രൂപ സമ്മാനം. സമ്മാനം മത്തായി കുന്നിലച്ചൻ്റെ വകയായി തരുന്നതായിരിക്കും. പറയൂ, ലോത്തിന്റെ ഭാര്യയുടെ പേര്. പൈസ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. റെഡിയാണ്. ലോത്തിന്റെ ഭാര്യയുടെ പേര്
മാസ്ക് എന്ത് സൗകര്യമല്ലേ, മിണ്ടണ്ടല്ലോ അല്ലേ. സഹോദരങ്ങളെ, ലോത്തിന്റെ ഭാര്യയ്ക്ക് വേറെ പുസ്തകത്തിൽ പേരില്ല. അല്ലെങ്കിലും ചില ആണുങ്ങളുടെ കൂടെ കൂടിയ ഉള്ള പേരും കൂടെ അത് തന്നെ കേട്ടു ഉള്ള പേരും കൂടെ പോവും. അതാണ് സംഭവിച്ചത്. ഒരായുസ് മുഴുവൻ ജീവിച്ചിട്ടും ഈ ഹതഭാഗ്യയുടെ പേര് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. വേദത്തിന്റെ താളുകളിൽ അവൾക്കൊരിടമില്ല. അയാളുടെ ജീവിതത്തിലും അവളൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അവളുടെ മിണ്ടാട്ടം മുട്ടിപ്പോയിരുന്നു ഇയാളുടെ കൂടെ. അവൾ മിണ്ടാൻ ഇയാൾ സമ്മതിച്ചിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല. കുറച്ചു നാൾ മുമ്പ് ലോത്തിന്റെ വീട്ടിൽ 2 ദൂതന്മാർ വിരുന്ന് വന്നു. പ്രകൃതി വിരുദ്ധ ഭോഗികളുടെ നാട്ടിൽ അന്ന് സന്ധ്യയായപ്പോൾ വിരുന്നുകാരുണ്ടെന്നറിഞ്ഞിട്ട് നാട്ടുകാർ വളഞ്ഞപ്പോൾ ലോത്തൊരു കടുങ്കൈ പറഞ്ഞു കേട്ടാ. വീടിൻ്റെ ജനാല തുറന്ന് തല പുറത്തേക്ക് ഇട്ടിട്ട് അവരോട് പറഞ്ഞു, 2 പേരും ഇവിടെ ഉണ്ട്, ഞാൻ പക്ഷെ അവരെ പുറത്തിറക്കി വിടുകയല്ല. ആതിഥ്യ മര്യാദ കൊള്ളാം. പക്ഷെ അയാൾ അടുത്ത വാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രായം തികഞ്ഞ 2 പെൺമക്കൾ എൻ്റെ വീട്ടിലുണ്ട്, അവരെ വേണമെങ്കിൽ ഈ രാത്രി തരാം. നിങ്ങൾ ആലോചിക്കൂ, പെൺമക്കളെക്കുറിച്ച് ഉള്ളിൽ തീയുമായി നടക്കുന്നവരെപ്പോഴും അമ്മമാരാണ്. ഈ പെൺമക്കളെക്കുറിച്ചൊരു വല്ലാത്ത അഭിപ്രായം പറയുമ്പോൾ ഈ സ്ത്രീക്ക് അവിടെ ശബ്ദമില്ല. അവൾ മിണ്ടാൻ ഇയാൾ സമ്മതിച്ചിട്ടില്ല. പോട്ടെ, അതൊക്കെ വിട്. ഒരു വല്ലാത്ത രാത്രി, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാൻ പുറകോട്ട് നോക്കരുത്. 4 പേരും കൂടെ പോവാണ്. ലോത്തും ഭാര്യയും 2 പെൺപിള്ളേരും. ചോദിക്കട്ടെ, ഇതിലാരോ ഒരാൾ തിരിഞ്ഞു നോക്കി. ആര്? ലോത്തിന്റെ ഭാര്യ. എന്നാ പറ്റി? കേട്ടില്ല. ഉപ്പ് തൂണായി തീർന്നു. എന്തൊരു ചെയ്ത്തായിപ്പോയി. നോക്കാമായിരുന്നോ? പാടില്ല. എന്നിട്ട് ഇവൾ നോക്കി. എന്തുകൊണ്ട്? ഒറ്റ കാരണമാണ് ഞാൻ കാണുന്നത്. കാരണം 19-ാം അധ്യായം 26-ാം വാക്യം. ആ വാക്യം എങ്ങനെയാണ്? രാവിൻ്റെ യാമങ്ങൾ 2-ാം യാമമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണം. താൻ ഏറെ നാൾ പാർത്ത വീടിനോടും പെൺപിള്ളേരുടെ കല്യാണം ഉറച്ചിരിക്കുകയാണ്. ഈ ജീവിത സാഹചര്യങ്ങളോടും നിലംപുരയിടം വീടെല്ലാത്തിനോടും ബൈ പറഞ്ഞ് വല്ലാത്തൊരു കണ്ണീർ യാത്രയാണ് 4 പേരും കൂടെ അക്കൂറ്റാക്കൂരി ഇരുട്ടത്ത്. പോകുന്ന യാത്രയെക്കുറിച്ച് 19:26 പറയുന്നത് എങ്ങനെയാണ്? ലോത്തിന്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അവൾ ഉപ്പുതൂണായി തുറന്നു. ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് ചിന്തിക്കാം. ലോത്തിന്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അവൾ ഉപ്പുതൂണായി. അവൾ തിരിഞ്ഞു നോക്കാൻ കാരണം ആ വാക്യത്തിലുണ്ട്. ആ വാക്യം നമ്മൾ തിരിച്ചു വായിക്കാൻ പോവാ. റിവേഴ്സ് റീഡിങ്. എന്തുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി? ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന അതിൻ്റെ കാരണം പറയുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ സ്ത്രീകളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സങ്കടത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ വരുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ ഓടേണ്ടി വരുമ്പോൾ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൈ പിടിച്ച് കൂടെ നിൽക്കണോ, അതോ പുള്ളിയുടെ വഴിക്ക് പുള്ളിയുടെ ഒറ്റയ്ക്ക് പോകണോ? എങ്ങനെ പോകണം? നിങ്ങൾക്ക് അഭിപ്രായമില്ല. അതെൻ്റെ കുറ്റമല്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് പോക്കോളാം എന്നാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ നിൽക്കണം? നിങ്ങൾ പറ. എൻ്റെ ദൈവമേ, കൂടെ നിൽക്കണം. അതല്ലേ സഹധർമ്മം ചരതേ, തുണ, കൂടെ നിൽക്കേണ്ട ആളാണ്. പക്ഷെ ഇയാളോ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാളെവിടെയാ? മുന്നിലെവിടെയോ. പണ്ടേ ഈ പാർട്ടി തിരിഞ്ഞു നോക്കണ പാർട്ടി അല്ല. അബ്രഹാമിനെ തിരിഞ്ഞു നോക്കാതെ ഓടിയ പാർട്ടിയാ. ഇതാ കുടുംബജീവിതത്തിൽ ഈ പാവപ്പെട്ട സ്ത്രീ എത്ര ഫെമിനിസം പറഞ്ഞാലും ഇവളുടെ കൈയൊന്ന് പിടിക്കേണ്ടതായിരുന്നു. ഈ ഗതികേടിൻ്റെ രാത്രിയിൽ ഈ ഭാര്യയെ പിറകിൽ ഒറ്റയ്ക്കാക്കി ഞാൻ വിചാരിക്കുന്നത് ആ രാത്രി ഈ മനുഷ്യൻ മുന്നേ ഓടി 80 കിലോമീറ്റർ സ്പീഡിൽ ഓടി. തൊട്ട് പിറകെ ഇയാളുടേതല്ലേ പെൺപിള്ളേർ, അതുങ്ങളും ആഞ്ഞു വിട്ടു. ഈ പാവപ്പെട്ട സ്ത്രീ ഏറ്റവും പിറകിൽ ഏന്തിയും വലിഞ്ഞും കരഞ്ഞും പിഴിഞ്ഞും. കരഞ്ഞു കാണണം, കാരണം ഉപ്പുതൂണായതാ. കണ്ണീരിൽ ഉപ്പ, ശരീരം മുഴുവൻ കണ്ണീരിൽ കുതിർന്ന. ലോത്തിനില്ലാത്തൊരു ഗുണം ഇവൾക്ക് കൂടിപ്പോയി. എന്തെന്നറിയാം? ബന്ധങ്ങളെ കുറച്ചുകൂടെ അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു.
ലോത്തിന്റെ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. കാരണം അയാൾ ഒറ്റയാനായിരുന്നു. അയാൾ അയാളുടെ ജീവിതം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ വീടുകളിൽ ഒറ്റയാന്മാരുടെ കാലമാണ്. ഒറ്റയാന്മാരുടെ കാലമാണ്. പണ്ട് നമുക്കറിയാം 2 മുറിയും 9 മക്കളുമായിരുന്നു. എനിക്കും മുൻപുള്ളൊരു തലമുറ 8 മുറിയിലും 9 മുറിയിലും പഴയ ആളുകൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് തലകുലുക്കെങ്കിലും വേണം, വെട്ടമുണ്ടായിരുന്നു. നമ്മുടെ വീടിന് ഒത്തിരി വാതിലുകൾ ഉണ്ടായിരുന്നു, അല്ലേ? ആ വരാന്തയിലേക്ക് ഇറങ്ങി 2 പല്ല് മാത്രമുള്ള 2 പല്ല് പോയ ഒരപ്പച്ചൻ, അല്ലേ? ഈ തിണ്ണയിലേക്ക് ഇറങ്ങി 2 പല്ല് മാത്രമുള്ള വേറൊരു അമ്മച്ചി, എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ 2 നാത്തൂനും ഒരു മാവിയും അതും ഇതുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. 9 പിള്ളേരും. എന്തൊരു ഉത്സവമായിരുന്നു. ഇന്നിപ്പോൾ 9 മുറിയും 2 മക്കളുമായി. 2 ഇല്ല, 1 ഉള്ളൂ, 1 കാലില്ല. ജീവിതത്തിൻ്റെ സ്വസ്ഥത കൂട്ടാനായിട്ട് നമ്മൾ മക്കളുടെ എണ്ണം കുറച്ചു. എന്നിട്ട് എന്തായി? കുട്ടമ്പേരൂരുകാരോട് ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൻ്റെ സ്വസ്ഥത കൂട്ടാനായി നമ്മൾ മക്കളുടെ എണ്ണം കുറച്ചു, എന്നിട്ട് എന്തായി? എന്നോട് പറയണ്ട. എവിടെ എത്തി നാം? പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ 8 മുറിയിൽ ഇരുട്ടാണ്. ആകെ വെട്ടമുള്ളത് അപ്പൻ കിടക്കുന്ന മുറിയിലും പിന്നെ പട്ടിക്കൂട്ടിലും മാത്രമാണ്. മക്കൾ 2 ഉള്ളത്, ഒന്നങ്ങ് ചിക്കാഗോയിലും ഒന്നങ്ങ് ഫിലാഡൽഫിയയിലുമാണ്. സെമിത്തേരിക്ക് മീതെ വളരാത്ത വീടുകൾ, ഇത്രയധികം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നൊരു സംസ്ഥാനം ഭാരതത്തിൽ വേറെ ഇല്ല. എവിടെ പോയി നമ്മുടെ ജീവിതത്തിൻ്റെ പഴയ ലാവണ്യം? എങ്ങും പോണ്ടാനും ജോലിക്ക് പോണ്ടാനൊന്നും അല്ല, അങ്ങനെ പോയതുകൊണ്ടാണ് ഈ നാടിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ നാം വല്ലാതെ ഇങ്ങനെ മാറിപ്പോയി. ലോത്തിൻ്റെ ഭാര്യ, ലോത്ത് ഏകനായിപ്പോയി. പണ്ട് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, അല്ലേ? കൂട്ടുകുടുംബം. പിന്നെ അതെന്തായി? ന്യൂക്ലിയർ ഫാമിലിയായി, അണുകുടുംബം. ഇപ്പോൾ എന്തായി? ആ വാക്കിനകത്ത് തന്നെ ഒരു ചെറിയ വ്യത്യാസം വന്നു. ന്യൂക്ലിയർ എന്നുള്ളത് രണ്ടാമത്തെ യു അങ്ങ് ഓ ആയി. അപ്പോൾ എന്താ, എങ്ങനെ വായിക്കണം? ഞങ്ങളങ്ങനെയൊന്നും വായിക്കത്തില്ല. ചോച്ചം വേണേ വായിച്ചിട്ട് നിർത്തിക്കോ. ന്യൂക്ലിയർ ഫാമിലി, നോ ക്ലിയർ ഫാമിലി. ദൈവം സഹായിച്ച് ആർക്കും ആരെയും മനസ്സിലാകുന്നില്ല. പിള്ളേരെ അപ്പനും അമ്മയ്ക്കും മനസ്സിലാകുന്നില്ല, അപ്പനും അമ്മയും പിള്ളേർക്ക് മനസ്സിലാകുന്നില്ല. കൊള്ളാം. നോ ക്ലിയർ ഫാമിലി. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകമെന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയതും പഴങ്കഥയല്ല. പ്രിയരെ, അന്യേയാനാർജിത വിത്തം അചിരേണ എന്നൊരു ചൊല്ലുണ്ട് ഭാരതത്തിൽ. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കർമ്മത്തിന് അവനവൻ്റെ കാലത്ത് തന്നെ പുനർവിതരണമുണ്ട്. ലോത്ത് അബ്രാമിനോട് എങ്ങനായിരുന്നു? അതിൻ്റെ പൊന്നു തൂക്കണ അളവിൽ പിള്ളേർ കൊടുത്തു. നിങ്ങൾക്കറിയാം, ലോത്തിൻ്റെ പെൺമക്കൾ അപ്പനാൽ ഗർഭം ധരിക്കപ്പെടുന്ന കറുത്ത കഥ പറയുന്നു. മോവാബ്യർ, അമോന്യർ എന്ന ഒരിക്കലും ദൈവസന്നിധിയിൽ കയറ്റിക്കൂടാ എന്ന് ദൈവം ശപിച്ചിട്ടുള്ള 2 ജാതി ഈ പെൺകുഞ്ഞുങ്ങളിലുണ്ടായതാ. ശാപത്തിൻ്റെ തലമുറകൾ ഉണ്ടാകാൻ കാരണം അപ്പൻ്റെ ഗുരുത്വക്കേടാ, വല്യപ്പൻ്റെ ഗുരുത്വക്കേടാ. പ്രിയപ്പെട്ടവരെ, ശപിക്കപ്പെട്ട 2 തലമുറ. 19-ാം അധ്യായത്തിന് തിരശ്ശീല വീഴുമ്പോൾ ലോത്ത് കനാനിൽ പാർക്കാൻ പുറപ്പെട്ടവൻ പെൺമക്കളോടൊത്തൊരു ഗുഹയിൽ പാർക്കുന്ന കരിപിടിച്ച കഥ പറഞ്ഞുകൊണ്ട് ചരിത്രം അവിടെ അവസാനിക്കുന്നു. ഈ രാത്രിയുടെ വിചാരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ തുടങ്ങി, എങ്ങനെ അവസാനിച്ചു? He forget the glories of the past. He lives in dreams. He was a solitary. ഇന്നലകളെ മറക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, നമ്മുടെ വീട് പലപ്പോഴും ലോത്തിൻ്റെ വീട്. നമ്മുടെ പരിസരങ്ങൾ ലോത്തിൻ്റെ ജീവിതം. ഈ നിമിഷങ്ങളിൽ ശ്രദ്ധയോടെ ഈ തിരുവചനത്തിൻ്റെ മുൻപിൽ കേട്ടിരുന്നവരോട്, ഓൺലൈൻ സാധനങ്ങളുടെ മുമ്പിൽ താല്പര്യത്തോടെ വചനം ശ്രദ്ധിച്ചവരോട് നന്ദി. ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.